السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മരണം നടന്ന വീട്ടുകാരെ, അതുമായി ബന്ധപ്പെട്ട ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ സമാശ്വസിപ്പിക്കൽ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കർമ്മമാണ്. തഅ്സിയത്ത് എന്നാണ് ഇതിന് പ്രയോഗിക്കപ്പെടുന്ന പദം. എന്താണ് തഅ്സിയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? പണ്ഡിതന്മാരതിന് നൽകുന്ന വിശദീകരണം വഹിയൽ ഹംലു അല സബരി ബിവഅദിൽ അജ്രി വദ്ദുആഉ ലിൽ മയ്യിത്തി വൽ മുസാബ്. ധാരാളം പ്രതിഫലം ക്ഷമയിലൂടെ താങ്കൾക്ക് കിട്ടാനുണ്ട് എന്ന് അവരോട് പറയുകയും ആ ക്ഷമക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയും മരണപ്പെട്ടുപോയ വ്യക്തിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആർക്കാണോ ആപത്ത് ബാധിച്ചതെങ്കിൽ അവർക്ക് വേണ്ടിയുമൊക്കെ ദുആ ചെയ്യലുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ദുഃഖത്തിൽ, ഒരാൾ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിൽ നാം ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയുകയാണെങ്കിൽ, ആശ്വസിപ്പിക്കാൻ വേണ്ട രൂപത്തിലുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്സ അഖാഹുൽ മുഅ്മിന ഫീ മുസീബത്തിഹി കസാഹുല്ലാഹു ഹുല്ലതൻ ഖദറാ യഹ്ബറു ബിഹാ യൗമൽ ഖിയാമah. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും തന്റെ വിശ്വാസിയായ മുഅ്മിനായ സഹോദരനെ സമാശ്വസിപ്പിച്ചാൽ, ഫീ മുസീബത്തിഹി അവന് ബാധിച്ചിട്ടുള്ള ആപത്തിന്റെ വിഷയത്തിൽ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും അവന് വേണ്ട ആശ്വാസത്തിന്റെ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ, ഈ ആശ്വസിപ്പിച്ച വ്യക്തിക്ക് കസാഹുല്ലാ, അല്ലാഹു അവനെ ധരിപ്പിക്കുന്നതാണ്, ഉടുപ്പിക്കുന്നതാണ്, ഹുല്ലതൻ ഖദറാ, പച്ചവർണ്ണത്തിലുള്ള ഒരു പുതപ്പ്, അഥവാ സ്വർഗീയാരാമത്തിൽ അവന് നല്ല രൂപത്തിലുള്ള വസ്ത്രമണിയിക്കപ്പെടുന്നതാണ്. യഹ്ബറു ബിഹാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതുകൊണ്ടവൻ ഏറെ സന്തോഷിക്കുന്നതാണ് എന്ന് ആ ആശയത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
അപ്പൊ ഒരാൾക്ക് ബാധിച്ചിട്ടുള്ള ആപത്തിന്റെ വിഷയത്തിൽ ആ ദുഃഖത്തിൽ പങ്കുചേരുക, ദുഃഖിതനായിട്ടിരിക്കുന്ന സഹോദരനെ ആശ്വസിപ്പിക്കുക, അതിന് നിർണയിക്കപ്പെട്ട ഒരു പ്രത്യേകമായ പദങ്ങളൊന്നും കൃത്യമായി വന്നിട്ടില്ല. എന്നാൽ ആ മനുഷ്യനിപ്പോൾ ബാധിച്ചിട്ടുള്ള ആപത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ ദുഃഖങ്ങൾ അകലാനും അദ്ദേഹത്തിന് ആശ്വാസമുണ്ടാകാനുമൊക്കെ ആവശ്യമായത് എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ പറയാം. ക്ഷമിക്കാനും സഹിക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന നിലക്കുള്ള നിർദ്ദേശങ്ങളാവാം. വിരോധിക്കപ്പെട്ട രൂപത്തിലുള്ള സംസാരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അനുവദനീയതയുടെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ നമുക്ക് പറയാം. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ എപ്പോഴും വന്നിരിക്കാറുണ്ടായിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയുടെ കൂടെ ഇബ്നുൻ സഗീറുൻ, അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടിയും ഉണ്ടാകാറുണ്ട്. യഅതീഹി മിൻ ഖൽഫി ളഹ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലിരുന്ന് ഈ സഹാബി ഈ കുട്ടിയെയും കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇടയ്ക്ക് ഈ കുട്ടി പിന്നിലൂടെ വരികയും അങ്ങനെ ഈ സഹാബി അദ്ദേഹത്തിന്റെ മുമ്പിൽ കുട്ടിയെ ഇരുത്താറും പതിവുണ്ട്. കുട്ടിയോട് വലിയ സ്നേഹമുണ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം അതെ എന്ന് സഹാബിയുടെ മറുപടി. അങ്ങനെ ഫഹലക, ഈ കുട്ടി മരണപ്പെട്ടു. ഫംതനഅ അർ-റജുലു അൻ യഹ്ദുറ അൽ-ഹൽഖ, ഈ കുട്ടിയുടെ മരണശേഷം പിന്നെ ഈ സഹാബിയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ കാണുന്നില്ല. കുട്ടി മരിച്ച ദുഃഖത്തിൽ അദ്ദേഹം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു. അവിടുന്ന് സഹാബിമാരോട് ആരാഞ്ഞു, മാലി ലാ അറാ ഫുലാന, ഇന്ന വ്യക്തിയെ, ഇന്നാലിന്ന സഹാബിയെ കാണുന്നില്ലല്ലോ, കുറച്ചു നാളായിട്ട് അദ്ദേഹം എന്റെ സദസ്സിൽ വരുന്നില്ലല്ലോ, എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? ഫഖാലു, അപ്പോൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ബനീഹില്ലദീ റഅയ്തഹു ഹലക, അങ്ങൊരിക്കൽ സദസ്സിൽ വെച്ച് കണ്ടില്ലേ ഒരു കുട്ടിയെയുമായി വന്നത്? ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. ആ കുട്ടി മരണപ്പെട്ട ദുഃഖത്തിൽ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അദ്ദേഹം വലിയ വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പോയി കണ്ടു എന്ന് മാത്രമല്ല, വിവരങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം പറഞ്ഞു. അവിടുന്ന് ആശ്വാസത്തിന്റെ വചനങ്ങൾ അവിടുത്തോട് പറയുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ രണ്ട് കാര്യങ്ങൾ പറയട്ടെ, അതിൽ രണ്ടിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഒന്ന്, താങ്കളുടെ ജീവിതകാലം മുഴുവൻ ആ കുട്ടിയെയും കൊണ്ട് ആനന്ദിക്കുക. അതല്ലെങ്കിൽ ലാ തഅതി ഗദൻ ഇലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദതഹു ഖദ് സബഖക ഇലൈഹി യഫ്തഹു ലക. അതല്ലെങ്കിൽ നാളെ പരലോകത്ത് അതാ നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലെ ഏത് കവാടത്തിനരികിലേക്ക് നീ എത്തുമ്പോഴും അതാ ആ കവാടത്തിലതാ നിന്നെയും കാത്തുകൊണ്ട് നിന്റെ മോൻ നിൽക്കുകയാണ്. നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറന്നു തരാൻ വേണ്ടി നിനക്ക് മുമ്പേ ആ കുഞ്ഞ് സ്വർഗത്തിലാകുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നത്? അതോ ഈ ദുനിയാവിൽ നീ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആ കുട്ടിയെ കൊണ്ട് ആനന്ദിക്കലാണോ? രണ്ടിലേതാണ് നിനക്ക് വേണ്ടത്? ഖാല, അദ്ദേഹം പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ബൽ യസ്ബിഖുനി ഇലാ ബാബിൽ ജന്നതി ഫയഫ്തഹുഹാ ഇലയ്യ ലഹുവ അഹബ്ബു ഇലയ്യ. നബിയേ, എന്റെ മകൻ സ്വർഗത്തിലെത്തിയിട്ട്, എനിക്ക് മുമ്പേ സ്വർഗത്തിലെത്തിയിട്ട് എനിക്ക് വേണ്ടി സ്വർഗം കവാടം തുറന്നു തരാൻ അങ്ങനെ ഒരു മോൻ എനിക്ക് അവിടെ ഉണ്ടാവുക എന്നതാണെങ്കിൽ ലഹുവ അഹബ്ബു ഇലയ്യ, അതാണ് നബിയെ എനിക്ക് ഏറ്റവും വേണ്ടത്, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് സഹാബി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫദാക ലക, എങ്കിൽ നിനക്കതാണ് കിട്ടാൻ പോകുന്നത്. നിന്റെ കുഞ്ഞ് മരണപ്പെട്ടില്ലേ, ആ കുട്ടിയുടെ മരണത്തിൽ നീ സഹിക്കുവാനും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നവന്റെ പ്രതിഫലത്തെ മോഹിക്കുവാനും റബ്ബ്
റബ്ബ് എനിക്ക് നിശ്ചയിച്ച ഖദാണല്ലോ, അതിൽ ഞാൻ സഹിക്കണമല്ലോ, ഞാൻ ക്ഷമിക്കണമല്ലോ എന്ന് നീ ചിന്തിച്ചുകൊണ്ട് നീ ക്ഷമയുടെയും സഹനത്തിന്റെയും അങ്ങേയറ്റം കാണിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന് നീ മോഹിക്കുകയാണെങ്കിൽ, ആ രൂപത്തിലുള്ള പ്രത്യേകമായ ഉദ്ദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് നിനക്ക് സ്വർഗത്തിലാ മോൻ നിനക്ക് തുണയാകാൻ പോകുന്നു. അതല്ലേ നിനക്ക് വേണ്ടത്? ആ കുട്ടിപ്പ നേരത്തെ പോയിക്കോട്ടെ, നിങ്ങൾ വിഷമിക്കരുത്. ആ കുട്ടി നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു നിധിയാണ്. ആ കുഞ്ഞ് നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു നിധിയാണ്. അതുപോലെ നിങ്ങൾക്ക് അതോ ആ കുട്ടി കാലാകാലം ജീവിക്കലാണോ വേണ്ടത്? അതോ കുഞ്ഞു നേരത്തെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തു നിൽക്കുന്ന എൻ്റെ ഉപ്പയുടെ കൈപിടിച്ച് എൻ്റെ ഉമ്മയുടെ കൈപിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അള്ളാനോട് വളരെയേറെ കൊഞ്ചി പറയുന്ന മോനെയാണോ വേണ്ടത്? സഹാബി പറയുന്നു, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോ, എങ്കിൽ അതാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ വേറെയും സഹാബിമാര് കേൾക്കുന്നുണ്ട്. അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലഹു ഖാസതൻ അവലികുല്ലിനാ, ഇത് ഇപ്പോൾ ഈ സഹാബിക്ക് മാത്രം ബാധകമായ കാര്യമാണോ, അതോ അവലികുല്ലിനാ, ഞങ്ങളിൽ ഇതുപോലെ മുസീബത്ത് ബാധിച്ച് കഴിഞ്ഞു പോയിട്ടുള്ള പലരുമുണ്ടല്ലോ, അവർക്കും ഈ പുണ്യമുണ്ടോ നബിയെ? ഖാലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബല്ലികുല്ലിക്കും, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഈ മഹത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിലയ്ക്ക് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആവശ്യമായ നിലക്കുള്ള ഉപദേശമാ കൊടുക്കുന്നത്. ആ കുഞ്ഞിന്റെ വിയോഗത്തിൽ ദുഃഖിതനായിട്ടിരിക്കുന്ന, വളരെ പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ കിരണങ്ങൾ ഉണ്ടാക്കുന്ന, സന്തോഷത്തിന്റെ ചിന്തകൾ ഉണ്ടാക്കുന്ന നിലക്കുള്ള വാചകങ്ങൾ, ആ നിലക്കുള്ള സത്യമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ? ആ സന്ദർഭത്തിന് യോജിച്ച നിലക്കുള്ള സമാശ്വാസത്തിന്റെ വാചകങ്ങൾ, ആ സന്ദർഭത്തിന് യോജിക്കുന്ന നിലക്ക് ആ വ്യക്തിയുടെ ദുഃഖത്തിൽ നിന്ന്, അയാൾക്ക് ബാധിച്ചിട്ടുള്ള മുസീബത്തിൽ നിന്ന് അയാൾക്ക് സഹനവും ക്ഷമയും കിട്ടാൻ ആവശ്യമായ വാക്കുകളും സംസാരങ്ങളുമാണ് സമാശ്വസിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന മുഅ്മിനിൽ നിന്നുണ്ടാകേണ്ടത്. അതല്ലാതെ ഒരാളുടെ ദുഃഖം കൂട്ടുന്ന വർത്താനല്ല പറയേണ്ടത്. ഒരാളുടെ ദുഃഖം, അയാളോ ദുഃഖിതനാണ്, ആ ദുഃഖിതനായിട്ടിരിക്കുന്ന അയാളോട് അയാളുടെ ദുഃഖം ഇങ്ങനെ ശതഗുണീഭവിപ്പിക്കുന്ന നിലക്ക്, 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന നിലക്കുള്ള സംസാരങ്ങൾ പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ മനസ്സിൽ വേദനയുണ്ടാക്കാൻ പാടില്ല, അയാളുടെ മനസ്സിൽ വിഷമമുണ്ടാക്കാൻ പാടില്ല. മറിച്ച് അയാൾക്ക് ആശ്വാസമുണ്ടാക്കി കൊടുക്കണം. ആ നിലക്കുള്ള പെരുമാറ്റമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനിയും നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, അർസലത്ത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദു ബനാതിഹി, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു മകൾ ഒരു ദൂതനെ പറഞ്ഞേക്കുകയാണ്. എന്താണ് മകളുടെ പ്രശ്നം? അന്ന സബിയൻ ലഹാ, അതാ ആ മകളുടെ കുട്ടി ഖദ് ഇഹ്തദറത്ത്, അല്ലെങ്കിൽ മകളാണെന്നും മകനാണെന്നും അഭിപ്രായമുണ്ട്. ആ കുട്ടി അതാ മരണാസന്നനാണ്. അതുകൊണ്ട് നബിയെ ഫഷ്ഹദ്നാ, വാപ്പയൊന്ന് ഇവിടം വരെ വരണമെന്ന് മകൾ ചൊല്ലി അയക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ദൂതൻ ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മകളുടെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞേക്കുകയാണ്, എൻ്റെ മോളോട് സലാം പറയൂ, അസ്സലാമു അലൈക്കും, എൻ്റെ മോളോട് സലാം അറിയിക്കൂ. പിന്നെ പറയൂ അവളോട്, ഇന്നലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ വകുല്ലു ശൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മകളോട് പറയൂ, ഇന്നലില്ലാഹി മാ അഖദ, നിശ്ചയം അല്ലാഹുവിനുള്ളതാണ് അവൻ എടുത്തതെല്ലാം. അല്ലാഹു വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെതാണ്. വലില്ലാഹി മാ അഅതാ, അല്ലാഹു നൽകിയതും അവൻ്റേത് തന്നെയാണ്. അല്ലാഹു വല്ലതും തന്നിട്ടുണ്ടോ അവൻ്റെതാണ്, വല്ലതും അവൻ മടക്കി തിരിച്ചെടുത്തിട്ടുണ്ടോ അതും അവൻ്റെതാണ്. എല്ലാ കാര്യങ്ങൾക്കും ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കൽ, ഇലാ അജലിൻ മുസമ്മാ, നിർണയിക്കപ്പെട്ട ഒരു അവധിയേ ഉള്ളൂ.